നമുക്ക് കുറേ സമയമൊന്നും കളയാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണ ഒരു മന്തിൻ്റെ റെസിപ്പി ആയാലും ഒന്ന്. നിങ്ങൾ മന്തി ഇഷ്ടപ്പെടുന്ന ചങ്കത്തിക്കും ചങ്കനും ഇത് അയച്ചു കൊടുക്കേണ്ടി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ കുക്കറിലാണ്. ആദ്യം തന്നെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം. പിന്നെ അരച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മന്തി മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. അരച്ചെടുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി വേവിച്ചൂറ്റാനായിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ. വെള്ളം തിളച്ച് തുടങ്ങിയാൽ 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഊറ്റിങ്ങാണ്ട് നമ്മുടെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ചോറ് ഞാനൊരു 50% വേവിച്ചൂറ്റി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലോട്ട് ഈ ചോറ് ഇട്ട് കൊടുക്കുക. നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിങ്ങാണ്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരു വിസിലടുപ്പിക്കുക. കുക്കറിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് ഞാൻ മന്തി ഒരു പാത്രത്തിലോട്ട് മാറ്റി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ചൂസ്.